മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് 40-ാമത്തെ വയസ്സ് മുതൽ അങ്ങോട്ട് എത്ര കിട്ടുന്നോ അത്രയുമുള്ള കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ സമുദായത്തിൻ്റെ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള കാലയളവാണ് എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 39 വയസ്സിന്റെ മുമ്പ് ആരും മരിക്കുകയില്ല, 59 വയസ്സിന്റെ മുമ്പ് ആരെങ്കിലും മരിക്കുകയില്ല എന്നോ, അല്ലെങ്കിൽ അതിന്റെ ശേഷം ആരും 60-ന്റെ ശേഷം 70-ന്റെ ശേഷം ആരും ജീവിക്കുകയില്ല എന്നോ ഒന്നുമല്ല. ആവറേജ് വയസ്സാണ് റസൂല് പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാഭാവികമാണ്, നമ്മൾ കാണുന്നതാണ്. 40 വയസ്സിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ, അയാള് ശരിക്കും ഒരു മല കയറുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. മല കയറിയിട്ട് അതിൻ്റെ ഏറ്റവും ഉച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റമില്ല, പിന്നെ തിരിച്ച് ഇങ്ങോട്ടുള്ള ഇറക്കമാണ്. അതുപോലെയാണ് 40 വയസ്സിൽ എത്തിയ ഒരാള്. പിന്നെ അങ്ങോട്ട് അയാൾക്ക് വളർച്ചകളില്ല, പിന്നെ അയാൾക്ക് അങ്ങോട്ട് തിരിച്ചുള്ള ഇറക്കമാണ്. വളർച്ചയുടെ പൂർണ്ണതയിൽ 40 വയസ്സോടുകൂടെ മനുഷ്യനെത്തുന്നു. അത് വയസ്സിൻ്റെ ഒരു എൻഡിലാണ് അയാൾ ഉള്ളത് 40 വയസ്സാകുമ്പോഴേക്ക്. അതുകൊണ്ടാണ് അയിമ്മത്തുകളൊക്കെ പറഞ്ഞത് നിഹായത്തുൽ ഖുവ്വത്തിഹി, അവൻ്റെ ആരോഗ്യത്തിൻ്റെ എൻഡാണത്. അതോടുകൂടി ഇനി ആരോഗ്യം കൂടും എന്നൊന്നും ആരും വിചാരിക്കണ്ട, കുറേ ഉള്ളൂ. നമുക്കറിയാം, കാഴ്ചകള് അല്പം കുറേയൊക്കെ മങ്ങി തുടങ്ങും 40 കഴിയുമ്പോഴേക്ക്. കേൾവിയൊക്കെ കുറഞ്ഞു പോകും, ആരോഗ്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഷുഗർ, BP, അതുപോലെ കൊളസ്ട്രോളൊക്കെ അളവിൽ കൂടുതൽ ഉണ്ടായി എന്നൊക്കെ വന്നേക്കാം. ഇങ്ങനെ ഒരു സാധാരണ ഒരു പഴമൊഴി പറയാറുണ്ട്, അതായത് 40 വയസ്സിലെത്തിയ ഒരു മനുഷ്യന്റെ ശരീരം ശരിക്ക് മയ്യത്ത് മണക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന്. അത് പഴമൊഴിയാണെങ്കിലും ഒരു യാഥാർത്ഥ്യം അതിലുണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് ഞാനടക്കമുള്ള നമ്മളിൽ പലരും ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം, ഓർക്കണം, ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഇമാം മസ്റൂഖ് റഹിമഹുല്ലാ പറയുന്നുണ്ട്, 40 വയസ്സ് നിനക്ക് തികഞ്ഞാൽ നീ വളരെ ശ്രദ്ധയോടെ കൂടെ, വളരെ ആലോചനയോടെ കൂടെ ഓരോ നിമിഷവും അങ്ങനെയാണ് കഴിച്ചു കൂട്ടേണ്ടത് എന്ന്. 40 വയസ്സിലേക്ക് എത്തിയ ഒരാള് നിരവധി ചിന്തകൾക്കും ആലോചനകൾക്കുമുള്ള സമയമാണ് അയാൾക്ക്. ഒന്നാമത്തെ ചിന്ത, ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്. ഒന്നാമത്തെ ചിന്ത അധ്വാനവും പരിശ്രമങ്ങളും കൂടുതലും പരലോകത്തിന് വേണ്ടിയായിരിക്കണം. ഇബാദ, ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു നിൽക്കണം എന്നതാണ് ഒന്നാമത്തെ ചിന്ത. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞ ശാഫിഈ മദ്ഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നുണ്ട്, അദറക്തു അഖിലൽ മദീനത്തി ഇദാ ബലഗ 40 സന. മദീനയിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടത്, മദീന നിവാസികളായ മനുഷ്യരെ ഞാൻ കണ്ടത്, അവർക്ക് 40 വയസ്സിങ്ങോട്ടായി കഴിഞ്ഞാൽ അവര് എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഇബാദത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു രീതിയാണ് ഞാൻ അവരിൽ കണ്ടത്. അവരുടെ ബിസിനസ്സുകളിലൊക്കെ മാനേജർമാരെ നിയമിച്ചുകൊണ്ട്, അവരുടെ മസറയൊക്കെ ആമിലുകളെ നിയമിച്ചുകൊണ്ട്,
എപ്പോഴെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക അതിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് അവര് പള്ളികളിലും ആരാധനകളിലും ഇബാദത്തുകളിലും ഖുർആൻ പാരായണം ചെയ്യുന്നതിനും അദ്കാറുകൾ നിർവഹിക്കുന്നതിനും ദുആകൾ നിർവഹിക്കുന്നതിനും ഇങ്ങനെയുള്ള ആരാധന കർമ്മങ്ങളിൽ ഒഴിഞ്ഞു വെക്കുകയായിരുന്നവരുടെ ജീവിതത്തെ എത്രത്തോളം മരണം വരെ അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി മദീനക്കാരെ സംബന്ധിച്ച് പറഞ്ഞത്. അങ്ങനെയൊന്നും നമുക്ക് ആകാൻ കഴിയില്ല എന്നുള്ളൊരു നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. എന്നാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. 40 വയസ്സായി കഴിഞ്ഞാൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബോഡി മയ്യത്ത് മണക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇനി വലിയ കാലമൊന്നും നമുക്ക് അങ്ങോട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, ഞാനടക്കമുള്ള ആളെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കെത്ര വയസ്സായി, എത്ര കാലമായി ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നു, ഇന്ന് ഞാൻ എൻ്റെ ആഖിറത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തത് എന്ന് ഞാനൊന്ന് ആലോചിച്ചു നോക്കണം. നമുക്കും അങ്ങനെ തന്നെ കൃത്യമായിട്ടുള്ള ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 40 വയസ്സ് കഴിഞ്ഞ മദീന നിവാസികളായ ആൾക്കാരെ അവർ ഒറ്റ ജമാഅത്തും അവർ മിസ്സാക്കിയിരുന്നില്ല, നഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ നമുക്കും അങ്ങനെ തന്നെ ആകണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊന്ന് ചോദിച്ചു നോക്ക്. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ. ഇഷ്ടംപോലെ പള്ളികളുള്ളത് കൊണ്ട് എല്ലാ തിരക്കും അവിടെ നിർത്തിവെച്ചുകൊണ്ട് ജമാഅത്തുകൾ സംബന്ധിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ അത് നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നവരാകണം. ളുഹ്ർ നമസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. ളുഹ്റിന്റെ ശേഷമുണ്ട് അങ്ങനെ തന്നെ, മഗ്രിബിന്റെ ശേഷമുണ്ട് അങ്ങനെ തന്നെ 2, ഇശാഇന്റെ ശേഷം 2 ഉണ്ട്, സുബ്ഹിന്റെ മുമ്പുണ്ട് 2. ഇങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ മുഅക്കദ് അഥവാ ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളെ ആഖിറത്തിന് വേണ്ടിയിട്ടല്ലേ അത്. അതുപോലെ സുന്നത്ത് നോമ്പുകൾ, ഖുർആൻ പാരായണം, സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചുരുങ്ങിയതൊരു പേജെങ്കിലും നമുക്ക് ഓതാൻ കഴിയണം. ഇനി അതല്ലെങ്കിൽ നമുക്ക് കാണാതെ അറിയുന്ന ചെറിയ സൂറത്തുകൾ, അത് നമുക്ക് ഇഷ്ടംപോലെ അറിയാമല്ലോ. ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ നമ്മുടെ യാത്രക്കിടയിലാണെങ്കിലും നമ്മുടെ തിരക്കുകൾക്കിടയിലാണെങ്കിലും അത് പാരായണം ചെയ്യാനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ അദ്കാറുകൾ രാവിലെയും വൈകുന്നേരവുമായി കൊണ്ട് ധാരാളം ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. ഇനി അതും നമുക്കറിയില്ലെങ്കിൽ അഫ്ളലു ദിക്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ നമ്മുടെ ചുണ്ട് രണ്ടും പിടിച്ചു നിർത്തിയാലും നമുക്ക് ആരെയും ഒരു പ്രയാസവുമില്ലാതെ ചൊല്ലാൻ പറ്റുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റെങ്കിലും നമുക്ക് വർദ്ധിപ്പിക്കണ്ടേ? നിങ്ങളെ അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണ്ടേ? ഇതൊക്കെ നമ്മൾ 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ചിന്തിക്കേണ്ട ചില ചിന്തകളാണ്. നമ്മൾ ക്ലബ്ബുകളിലും സ്പോർട്സുകളിലൊക്കെ സമയം കഴിച്ചു കൂട്ടുമ്പോൾ അതൊക്കെ ചെറുപ്പക്കാർക്ക് വിട്ടേക്കുക. നമ്മൾ 40 കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാനുള്ള ഇറക്കത്തിലാണ് നമ്മളുള്ളത്. ഇനി എല്ലാ തിരക്കുകളും നമ്മൾ തിരക്കിന്റെ കൂടെ ആഹാരത്തിന്റെ തിരക്ക് കൂടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. രണ്ടാമതായി നമ്മൾ ആലോചിക്കേണ്ടത് അമിതമായ സാമ്പത്തിക ഭ്രമം ഒഴിവാക്കണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖൽബു ശൈഖ് ശാബുൻ അൽ ഇസ്നൈൻ, പ്രായമുള്ള ആൾക്ക് 2 കാര്യത്തിൽ അയാളുടെ ഹൃദയം യുവാവായിരിക്കും എന്ന്. 40 കഴിഞ്ഞ ഒരാൾക്ക്, പ്രായമുള്ള ഒരാൾക്ക് അയാളുടെ ഹൃദയം 2 കാര്യത്തിൽ യുവത്വമായിരിക്കും. എന്നിട്ട് റസൂൽ പറഞ്ഞ 2 കാര്യം ഏതാണ്? ഒന്ന് അൽ ഹിർസു അലൽ മാലി, സാമ്പത്തിക സ്നേഹം, വല്ലാതെ സമ്പത്തിനുള്ള മോഹമായിരിക്കും. മറ്റൊന്ന് അൽ ഹിർസു അലൽ ഉംരി, ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ളൊരു താല്പര്യം. ഇങ്ങനെ യുവത്വമായിരിക്കും 2 കാര്യത്തിൽ എന്ന് നമുക്കറിയാം. നമ്മുടെ അറിവിലൊക്കെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ, സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ യുവാക്കളൊക്കെ പറയും, മക്കളൊക്കെ പറയും, പോട്ടെ അത് പോട്ടൊപ്പ, കാരണം നിങ്ങളെ ജ്യേഷ്ഠനല്ലേ, അതങ്ങ് വിട്ടുകൊടുത്തേക്ക്. അല്ലെങ്കിൽ നിങ്ങളെ അനുജനല്ലേ, നിങ്ങളെ പെങ്ങളല്ലേ, അല്ല നിങ്ങളെ മരുമകനല്ലേ, അല്ല നിങ്ങളെ ബന്ധുവല്ലേ, അത് വിട്ടുകൊടുത്തേക്ക് മക്കള് പറയാം. പക്ഷെ ഇതിൽ കടിച്ച്
അടിച്ചു തൂങ്ങി വാശി പിടിച്ച് വീറും വാശിയുമായിക്കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് പ്രായമുള്ള ആൾക്കാരായിരിക്കും നമ്മളെങ്ങനെ കാണുന്നത്. അതിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഒരു ചാണ് സ്ഥലത്തിന് വേണ്ടി, ഒരു കാലിന്റെ അടി വെക്കാൻ സ്ഥലമില്ലാത്തതിന് വേണ്ടി അയൽവാസിയുടെ സ്ഥലവുമായി അതിർ തർക്കത്തിലാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വയസ്സിന് കുറച്ചൊക്കെ മേൽപോട്ടുള്ള വയസ്സുള്ള ആൾക്കാർ ഇതിലൊക്കെ വാശി പിടിക്കുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വാശി ആർക്കായിരിക്കും? പ്രായമുള്ള ആൾക്കാർക്കായിരിക്കുമെന്ന്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം നമ്മുടെ ജീവിതം ഇറക്കത്തിലാണുള്ളത്. ആ മലയുടെ ഉച്ചിയിലേക്ക് എത്തിയിട്ട് ഇനി അങ്ങോട്ട് യാത്രയില്ല. തിരിച്ച് 40 വയസ്സായപ്പോൾ നമ്മൾ ഇറങ്ങാൻ തുടങ്ങി. ഇനി എപ്പോഴാണ് നമുക്ക് ഈ ഇറക്കം അവസാനിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം അത്തരം ആഗ്രഹങ്ങളൊക്കെ. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് ഒരു ഒഴിവ് കഴിവുകളും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണിത്. 40 വയസ്സ് തികഞ്ഞ ഒരാൾക്ക് ഇനി അങ്ങോട്ട് പടച്ചവനോട് ഒരു ഒഴിവ് കഴിവും പറയാൻ പറ്റൂല. യുവാക്കൾക്കൊക്കെ ചിലപ്പോൾ പറയാനുണ്ട് എന്ന് വന്നേക്കാം. പക്ഷേ ഈ 40 വയസ്സ് തികഞ്ഞ ഒരാൾക്ക് ഒന്നും പറയാനില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വഹും യസ്തരിഖൂന ഫീഹ. നരകത്തിൽ നിന്ന് നരകത്തിന്റെ അവകാശികളായ ആൾക്കാർ ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് ഇങ്ങനെ അട്ടഹാസിക്കുകയാണ്. അല്ലാഹു തആല പറയാ അട്ടഹാസിക്കുകയാണ്. അങ്ങനെ അട്ടഹാസിക്കുമ്പോൾ അവർ പറയാ, ആ അട്ടഹാസത്തിന്റെ ഇടയിൽ അവരിങ്ങനെ വിളിച്ചു കൂവ, റബ്ബന അഖ്രിജ്ന നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഞങ്ങൾ ചെയ്യാത്ത കുറേ അമലുകളുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാത്തതുണ്ട്. എന്നിട്ട് ഞങ്ങളെങ്ങാൻ ഈ നരകത്തിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയാൽ അതൊക്കെ ചെയ്ത് സൽക്രമകാരികളായിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാം എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പടച്ചോന്റെ ഒരു മറുപടിയുണ്ട്. പടച്ചോൻ ചോദിക്കുക, അവലം നുഅമ്മിർകും, നിങ്ങൾക്ക് വയസ്സ് തന്നില്ലേ ഞാൻ? ഈ വയസ്സ് 60 വയസ്സ് വരെ, 60 വയസ്സാണെന്ന് പറഞ്ഞവരുണ്ട്, 40 വയസ്സാണെന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. ഏത് ആവട്ടെ, 40 വയസ്സ് മുതൽ അങ്ങോട്ട് ജീവിക്കുമ്പോഴേ നമുക്ക് ഒരു ഒഴിവ് കഴിവുകളും പടച്ചോനോട് പറയാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടാകണം, നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. കാരണം നമ്മൾ തിരിച്ചറക്കത്തിലാണുള്ളത്. പരിശുദ്ധ ഖുർആനെ ഒരു 40 വയസ്സായ ഒരു മനുഷ്യന്റെ രീതികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു ആയത്താണ്. വബലഗ 40 സന, 40 വയസ്സെത്തിയാൽ അയാൾ പറയും, റബ്ബി ഔസിഇനി അൻ അശ്കുര നിഅമതിക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. പടച്ചോനെ, എനിക്ക് നീ ചെയ്തു തന്ന നിഅമത്തിന്, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു തന്ന നിഅമത്തിന് ശുക്ർ ചെയ്യാനുള്ള ഒരു പ്രചോദനം എൻ്റെ മനസ്സിൽ നീ തരണേ എന്ന്. 40 വയസ്സായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അങ്ങനെയായിരിക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മാത്രമല്ല, വഅൻ അഅമല സ്വാലിഹൻ തർള, നീ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ എന്ന്. മറ്റൊന്ന്, വഅസ്രിഖ് ലീ ദുർരിയതി, എൻ്റെ മക്കളെ നീ നന്നാക്കണേ എന്ന് അയാളുടെ പ്രാർത്ഥനയാണ്. ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു നാഥ. വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. നിങ്ങൾ നോക്ക് എന്തൊക്കെയാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. ഒരു 40 വയസ്സായ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് എന്തൊക്കെയാണ്? അയാൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അയാൾ കാണുന്നത് തൻ്റെ എല്ലാ കുർഹിൻ ഖുർആൻ പറഞ്ഞത് പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് പ്രസവിച്ച് പോറ്റി വളർത്തിയ തൻ്റെ മാതാപിതാക്കള്, ആ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത നിഅമത്തിന് അത് ശുക്ർ ചെയ്യാനുള്ള പ്രചോദനം നൽകണം. അയാൾ മറുഭാഗത്ത് നോക്കുമ്പോൾ അയാളുടെ പ്രിയപ്പെട്ട മക്കളാണുള്ളത്, ആ മക്കളെ നീ നന്നാക്കി തരണേ നാഥ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ അതുപോലെ തന്നെ എൻ്റെ ജീവിതം, എനിക്ക് ഒരുപാട് അമലുകൾ, നീ ഇഷ്ടപ്പെട്ട അമല് ചെയ്യാനുള്ള മനസ്സ് തരണം, അതിന് ആരോഗ്യം തരണം, കഴിവ് തരണം. ഇത് പടച്ചവനോട് ചോദിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു 40 വയസ്സായ ഒരു മനുഷ്യൻ. 40 വയസ്സായ ഒരു മനുഷ്യൻ അങ്ങനെ പ്രാർത്ഥിക്കണം. എന്നിട്ട് അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു, അങ്ങനെയുള്ളവരുടെ ഏറ്റവും നല്ല ഏറ്റവും നല്ല കർമ്മങ്ങൾ നാം സ്വീകരിക്കുകയും അവരുടെ തിന്മകൾ നാം ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു തആല, അവരുടെ ദുഷ്പ്രവർത്തികളെ നാം എന്ത് ചെയ്യും, വിട്ടുവീഴ്ച ചെയ്യുന്നതാണെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ 40 വയസ്സായ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം.
അതുപോലെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ അതൊന്നും ചെയ്യണ്ട എന്നല്ല. 40 വയസ്സായ ആൾക്കാർ, ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ ശരീരം മയ്യത്ത് മണക്കുന്ന ഒരു പ്രായത്തിലാണുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.